നമ്മുടെ ഇടയിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ചിലവർ കാശുണ്ടാക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്നു, ചിലവർ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് സന്തോഷം കണ്ടെത്തുന്നു. നമുക്കിടയിൽ, എനിക്കിടയിൽ ഞാൻ കണ്ടുമുട്ടുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ തൃപ്തിക്ക് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും ജീവിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പറയുന്നത് മറ്റാരെക്കുറിച്ചല്ല, നമ്മുടെ എജ്യൂസ് ലൈവിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും എല്ലാമാണ് എജ്യൂസ് ലൈവിനെ ഈ ലെവലിൽ എത്തിച്ചിരിക്കുന്നത്. മിസ്റ്റർ പ്രമോദ്. അദ്ദേഹത്തെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ അനീസ് തയ്യൽ, JC കൊക്കാനിശ്ശേരിയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ 2 വർഷമായിട്ട് പ്രമോദിൻ്റെ സുഹൃത്താണ്, എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ ഈ സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റി എനിക്കറിയില്ലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അറിയാൻ ശ്രമിച്ചില്ല എന്ന് പറയാം. 3 മാസം മുമ്പാണ് ഞാൻ അത് അറിഞ്ഞതും. പിറ്റേന്ന് തന്നെ എൻ്റെ മകളെ അതിലേക്ക് ചേർക്കുകയും ചെയ്തു. ആ മാറ്റം എന്ന് പറയുന്നത്, മകൾ 10th ആണ്, ചെറിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവൾക്കൊരു മെൻറ്ററിങ് ലെവലിൽ കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേ അവൾ മാത്തമാറ്റിക്സിൽ ഏറ്റവും നല്ല സ്കോറാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ട് എക്സാംസിൽ ചെയ്തിരിക്കുന്നത്. എന്ത് കഴിഞ്ഞാൽ ഒരു സാധാരണ പഠിക്കുന്നതിനേക്കാൾ സിമ്പിളായിട്ട് ഡബിളെങ്കിലും അവൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ തൃപ്തികരമാണ്. അതേപോലെ തന്നെ സിസ്റ്ററുടെ മകളെയും ഞാൻ ഇതിൽ ചേർക്കുകയും അവളുടെയും ഭയങ്കരമായ ഇമ്പ്രൂവ്മെൻ്റ് നടത്തിയിരുന്നു. കാരണം എന്ന് വെച്ചാൽ എജ്യൂസ് ലൈവ് ചെയ്യുന്നത് വെറും ഒരു എഡ്യൂക്കേഷൻ ലെവലിൽ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടത് മെൻ്റൽ സ്ട്രെങ്ത്തും കൂടിയാണ്. അതിനനുസരിച്ചൊരു സപ്പോർട്ടാണ്, അതൊരു റെക്കഗ്നീഷനാണ്, അതും കൂടി നൽകുന്നു എന്നുള്ളതാണ് എജ്യൂസ് ലൈവിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് മെൻറ്ററിങ് ചെയ്യുന്നതോടെ കുട്ടികൾ എല്ലാ തരത്തിലും അവരുടെ എല്ലാ സ്കില്ലും ഡെവലപ്പാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങളുടെ കുട്ടികളെ എജ്യൂസ് ലൈവിലേക്ക് ചേർക്കാം. ഞാൻ ഗ്യാരണ്ടി തരുന്നു, അവരെല്ലാവരും അത് വെറും വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല, നല്ലൊരു പേഴ്സണാലിറ്റിയും കൂടി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ നല്ല കുട്ടികളായിട്ട് അവർ മാറുമെന്നുള്ള ഉറപ്പ് ഞാൻ നൽകുന്നു.